إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്പുകാരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്, മുസ്ലിങ്ങളെ കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിത്യമായ ജാഗ്രത, എപ്പോഴുമുള്ള ശ്രദ്ധ എന്നും എപ്പോഴും എവിടെയും ഏത് സമയത്തും സദാ വെച്ചു പുലർത്തണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ اقترب للناس حسابهم وهم في غفلة معرضون, അതായത് ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു, അവരാകട്ടെ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞു കളിയുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയങ്ങൾ നമുക്ക് മുന്നിലുള്ള ബാക്കിയായ സമയമാണ്. എന്നാൽ അവരുടെ വിചാരണയാകട്ടെ ആസന്നമായിട്ടുണ്ട്. ഓരോരുത്തരുടെയും അവസ്ഥ അതാണ്. പക്ഷേ ജനങ്ങൾ ആ ശ്രദ്ധയിൽ നിന്ന് അശ്രദ്ധമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരന്മാരെ, നമ്മൾ എന്തിനാണ് സൃഷ്ടിച്ചത്? നമ്മൾ ധാരാളം കേട്ടതാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഒരു മനുഷ്യനെയും ജിന്നിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ, അവനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. അതുകൊണ്ടാണല്ലോ നമ്മൾ ദിനേന നിത്യേന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമാണ് നാം ആരാധിക്കുന്നത്, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. ഒരു ദിവസം വിശ്വാസി എത്ര തവണയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അവന്റെ ലക്ഷ്യമാണ്, അവന്റെ ഔന്നത്യമാണ്, അവന്റെ മഖ്സദ് അതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നിനെയും അതിന് വേണ്ടിയിട്ടല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഞങ്ങളെ നേരായ പാന്താവിലേക്ക് നയിക്കണമേ, നേരായ മാർഗത്തിലേക്ക് നയിക്കണമേ. കാരണം നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. അത് നമ്മൾ ചോദിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്, നമ്മളെ നേരായ പാന്താവിലേക്ക് നയിച്ചു കൊണ്ടിരിക്കണമേ. കാരണം എന്താണ്? അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരിക്കലും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായല്ലോ, യാ മുആദ് ഊസിക്, താങ്കൾക്ക് ഞാൻ ഒരു ഉപദേശം നൽകട്ടെ. ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സലാത്തിൻ തഖൂൽ. ഇത് പറയാണ്ട് ഒരു നിസ്കാരം താങ്കൾ അനുഗമിക്കരുത്, മറികടക്കരുത്. എല്ലാ നിസ്കാരത്തിലും അവസാനം ഇത് താങ്കൾ ചൊല്ലണം, ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്താണത്? അല്ലാഹുമ്മ അല്ലാഹുവേ അഇന്നി, അല്ലാഹുവേ എന്നെ നീ സഹായിക്കണമേ, അലാ ദിക്രിക, നിന്നെ സ്മരിക്കാൻ, വശുക്കരിക്കാൻ, നിന്നോട് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദത്തിക, നിന്റെ ഇബാദത്ത് ഏറ്റവും നല്ല രീതിയിലാക്കാൻ,
നിന്നോട് ഞാൻ കാണിക്കുന്ന, ഞാൻ ചെയ്യുന്ന എൻ്റെ ആരാധന കർമ്മങ്ങളുണ്ടല്ലോ, നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ആരാധന ഇബാദത്താദി കർമ്മങ്ങൾ, അത് ഏറ്റവും നല്ല രീതിയിലാക്കാൻ, നിനക്ക് നന്ദി ചെയ്യാൻ, നിന്നെ എപ്പോഴും ഓർമ്മിക്കാൻ, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥന പഠിപ്പിക്കപ്പെടുകയാണ്. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ്? എന്തിനാണ് നിയോഗിതനായത്? താങ്കളാണ് സന്മാർഗത്തിലേക്ക് അവരെ വഴി നടത്തുന്നത്, സന്മാർഗം കാണിച്ചു കൊടുക്കുന്നത് താങ്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നിശ്ചയം താങ്കളാണ് അവർക്ക് മാർഗ വഴി അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. എന്നാൽ മാർഗത്തിലാക്കുക, ഹിദായത്തിലാക്കുക, അത് താങ്കളുടെ ഡ്യൂട്ടിപ്പെട്ടതല്ല, അത് താങ്കളുടെ കഴിവിൽപ്പെട്ടതല്ല. അത് അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുന്നു. എന്നാൽ സന്മാർഗത്തിന്റെ വഴി കാണിച്ചു കൊടുക്കൽ അത് താങ്കളുടെ വഴിയാണ്, താങ്കളുടെ ഡ്യൂട്ടിയാണ്. ഇത് സന്മാർഗത്തിലാക്കുകയോ അത് താങ്കളുടെ ഡ്യൂട്ടിപ്പെട്ടതല്ല, അത് താങ്കളുടെ കഴിവിൽപ്പെട്ടതല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിതനായത് തന്നെ എന്തിനാണ്? ജനങ്ങൾക്ക് സന്മാർഗം പഠിപ്പിച്ചു കൊടുക്കാനാണ്. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിനേന പ്രാർത്ഥിക്കെ നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുദാ, അല്ലാഹുവേ ഞാൻ നിന്നോട് സന്മാർഗം ചോദിക്കുകയാണ്. സന്മാർഗം ചോദിക്കുക, സന്മാർഗം മാത്രം ചോദിച്ചോ? ഇല്ല, ഞാൻ നിന്നോട് തഖ്വയെ ചോദിക്കുക, വൽ അഫാഫുൽ ഗിന, നിന്നോട് ചാരിത്ര ശുദ്ധി ചോദിക്കുന്നു, നിന്നോട് സ്വയം പര്യാപ്തത ചോദിക്കുന്നു. ആരാ പ്രാർത്ഥിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അല്ലാഹു എന്റെ നഫ്സിനെ തഖ്വയിൽ അധിഷ്ഠിതമാക്കണമേ. വസക്കിയ അൻത ഖൈറു മൻ സക്കാഹ, അതിനെ നീ സംസ്കരിക്കണമേ. അതായത് ഹിദായത്ത് ചോദിക്കുക, അതിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി പറയാം, അതിന് ദൃഢ നൽകാം. അല്ലാഹു എന്റെ നഫ്സിനെ സംസ്കരിക്കണമേ. കാരണം എന്ത്? അത് ഹിദായത്തിന്റെ മാർഗത്തിലാണ്. സംസ്കരിക്കുന്നതിൽ ഏറ്റവും ഉത്തമനാരാണ്? അത് നീയാണ്. അല്ലാഹുമ്മ ഹ്ദിനി, അല്ലാഹു നീ എനിക്ക് ഹിദായത്ത് കാണിച്ചു തരണമേ. വസിദ്ദിനി, അതിന്റെ ഉറപ്പ്, ദൃഢത, അത് ഞാൻ നിന്നോട് ചോദിക്കാം. ഹിദായത്തുണ്ട്, അത് ചോദിക്കുന്നതോടൊപ്പം അതിന്റെ ഇസ്തിഖാമത്ത്, അതിന്റെ ദൃഢത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹു ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, അൽ ഹുദ, സന്മാർഗത്തെ, വസ്സദാദ്, അതിന്റെ ദൃഢതയെ. സഹോദരന്മാരെ, അതുകൊണ്ടാണല്ലോ നാം പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി, അല്ലാഹു എന്റെ ദീനിനെ നീ നന്നാക്കി തരണമേ. എനിക്ക് നിങ്ങൾക്കൊക്കെ ദീനുണ്ട്, പക്ഷെ ആ ദീൻ എന്താക്കണം? നീ നന്നാക്കി തരണമേ. കാരണം അത് എന്റെ കാര്യത്തിന്റെ സംരക്ഷണമാണ്, എന്റെ എല്ലാ ഇടപാടിന്റെയും സംരക്ഷണമാണ്, എന്റെ സ്വഭാവങ്ങളുടെ സംരക്ഷണമാണ്, എന്റെ പെരുമാറ്റത്തിന്റെ സംരക്ഷണമാണ്, എന്റെ ചെയ്തികളുടെയും പ്രവർത്തനത്തിന്റെയും സംരക്ഷണമാണ് എന്റെ ദീൻ. അതുകൊണ്ട് തന്നെ എന്റെ ദീനിനെ നീ നന്നാക്കി തരണം. എനിക്ക് ദീനുണ്ട്, പക്ഷെ ഈ ഒരു കാര്യത്തിലും അത് ഇടപെടാൻ കഴിയുന്നില്ല. ദീനുണ്ട്, പക്ഷെ മറ്റൊരു കാര്യത്തിലും അതിന് പോംവഴി ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുന്നില്ല, എന്റെ ഇടപാടിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുന്നില്ല. എനിക്ക് ദീനുണ്ട്, അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ദീൻ നന്നായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ ദീനിനെ നീ നന്നാക്കി തരണമേ, നല്ല രീതിയിൽ റിപ്പയർ ചെയ്ത് തരണമേ. കാരണം എന്താണ്? അത് എൻ്റെ എല്ലാ കാര്യങ്ങളുടെയും സംരക്ഷണമാണ്. അല്ലാഹു എന്റെ ദുനിയാവ് നീ നന്നാക്കി തരണമേ. കാരണം അതാണ് എന്റെ ഭൗതിക വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ഭൗതിക ലോകത്താണ് ജീവിക്കുന്നത്. എന്റെ അവസാനം നീ നന്നാക്കി തരണമേ, കാരണം അതിലേക്കാണ് എന്റെ മടക്കം എന്നുള്ളത്. സർവ്വ നന്മകളിലും ജീവിതകാലം നീ വർദ്ധിപ്പിച്ചു തരണമേ. മരണം എന്ന് പറയുന്നത് നല്ല റാഹത്തോടുള്ള മരണമാക്കണമേ, നല്ല റാഹത്തോടുള്ള മരണമാക്കണമേ. സഹോദരന്മാരെ, നല്ല റാഹത്തോടുള്ള മരണമാക്കണമെങ്കിൽ എന്താവണം? നമ്മുടെ ദീനിനെ കേടുപാടില്ലാത്ത രീതിയിൽ, കൃത്യമായ രീതിയിൽ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചല്ലോ, അല്ലാഹുമ്മ മുസരിഫുൽ ഖുലൂബ്, ഹൃദയങ്ങളെ മൂല്യനിർണ്ണയം ചെയ്യുന്നവനെ, സരിഫി ഖുലൂബന അലാ തഅതിക്, സരിഫി ഖുലൂബന അലാ തഅതിക്, നമ്മുടെ ഹൃദയങ്ങളെ നിന്നെ അനുസരിച്ച് കൊണ്ടുള്ള ജീവിക്കുന്നതിൽ അത് ചെലവഴിപ്പിക്കണമേ. നിന്നെ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ഒരു മാർഗത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ചെലവഴിപ്പിക്കണമേ. ആരാ പ്രാർത്ഥിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ഏറ്റവും അധികം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ എൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണമേ, നിന്റെ ദീനിൽ എൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണമേ. സഹോദരന്മാരെ, സഹോദരികളെ, ഹിദായത്തിനും ഇസ്തിഖാമത്തിനും നിരന്തരം പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ഉറപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അതിന്റെ ദൃഢത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക മാത്രമല്ല, ആ ദൃഢതയിൽ നിന്ന് തെറ്റിപ്പോകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ആ ദൃഢതയിൽ നിന്ന് നമ്മളെ അശുദ്ധമാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അങ്ങനെയുള്ള എല്ലാ വഴികേടുന്നുള്ള അഭയതേട്ടവും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ചെയ്തിരുന്നു എന്നാണ്, വർദ്ധിപ്പിച്ചിരുന്നു എന്നാണ്. ഒന്ന് ഹിദായത്തിന് വേണ്ടി ചോദിച്ചു, രണ്ട് അതിന്റെ ദൃഢതയ്ക്ക് വേണ്ടി ചോദിച്ചു, മൂന്നാമത്തത് ആ ദൃഢതയിൽ നിന്ന് തെറ്റിപ്പോക്കുന്ന ഏതൊക്കെ വഴികേടുകളുണ്ടോ ആ വഴികേടിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയുള്ള അഭയതേട്ടവും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ചിന്തിക്കേണ്ട വിഷയം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ ഹാജരായ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിനാ. അല്ലാഹു ഇഹലോക നേട്ടം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ലക്ഷ്യമാക്കി തീർക്കരുത്. എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അത് ഈ ദുനിയാവാക്കൽ, പണം, പൈസ, ജോലി, തിരക്ക്, അത് ഇത് ഇങ്ങനെയുള്ളൊരു ലക്ഷ്യമാക്കി തീർക്കല്ലേ. അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിനാ. സഹോദരന്മാരെ, എന്റെ ഏറ്റവും പ്രധാന ചിന്ത, എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആലോചനകൾ, എന്റെ എപ്പോഴുമുള്ള സംസാരങ്ങൾ, എന്റെ കൂടിയിരിക്കല് ഈ ഭൗതിക ലോകത്തിന് വേണ്ടി മാത്രമാക്കല്ലേ. കാരണം ഞാൻ വഴിതെറ്റിപ്പോകാൻ സാധ്യത കൂടുതലുള്ളവനാണ്. അതുകൊണ്ടാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം കത്ത് എഴുതി അവസാനിപ്പിക്കുമ്പോൾ വനഊദു ബില്ലാഹി അൻ നദില്ല ഔ നജ്ഗൻ, ഞങ്ങൾ വഴിതെറ്റിപ്പോകുന്നതിൽ നിന്നും, ഞങ്ങൾ അവിവേകം പ്രവർത്തിക്കുന്നതിൽ നിന്നും ഞങ്ങൾ നിന്നോട് അഭയം ചോദിക്കുന്നു. ഔ നുകല്ലഫ മാ ലൈസ ലനാ ബിഹി ഇൽം, ഞങ്ങൾ അറിവില്ലാത്ത കാര്യം ഞങ്ങളുടെ മേൽ ചുമത്തപ്പെടുന്നതിൽ നിന്നും ഞങ്ങൾ നിന്നോട് അഭയം ചോദിക്കുന്നു. അതുകൊണ്ടാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുവേ നിന്റെ കാരുണ്യം ഞങ്ങൾ ചോദിക്കുന്നു. ഫലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, ഒരു നിമിഷം പോലും എന്റെ കാര്യങ്ങൾ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ. എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണമേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന. സഹോദരന്മാരെ, ഇവിടെ എന്താണ് പറയുന്നത്? വഴികേടിൽ പെട്ടുപോകാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ. അതുകൊണ്ടാണ് അല്ലാഹുവേ എന്റെ സർവസ്വവും നിന്നിൽ അർപ്പിച്ച് ഞാൻ മുസ്ലിമായി, ഞാൻ വിശ്വസിച്ചു, ഞാൻ നിന്നിൽ ബലമേൽപ്പിച്ചു, നിന്നിലേക്ക് ഞാൻ താണ് കേണ് മടങ്ങി, നിന്റെ സഹായം കൊണ്ടാണ് ഞാൻ പൊരുതിയത്. അല്ലാഹുവേ, ഞാൻ വഴിതെറ്റിപ്പോകുന്നതിൽ നിന്ന് നിന്റെ അതിപ്രതാപം കൊണ്ട് ഞാനിതാ അഭയം തേടുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അല്ലാതെ ഒരു തരത്തിലുള്ള ആരാധ്യനുമില്ല. അതുകൊണ്ട് തന്നെ നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു എന്നാണ്. സഹോദരന്മാരെ, വഴിതെറ്റിപ്പോകുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? വലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിനാ. ദുനിയാവ് ഏറ്റവും വലിയ കാര്യമായി തീരും, ദുനിയാവിലെ വിഭവങ്ങൾ ഏറ്റവും വലിയ കാര്യമായി തീരും, ദുനിയാവിലെ എന്തൊക്കെ സംഗതികളുണ്ടോ അതിന്റെ പിന്നാലെ മാത്രം നമ്മുടെ ശ്രദ്ധ തിരിക്കുക. അതാണ് വഴിതെറ്റി പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നാണ് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സഹോദരന്മാരെ, അതിനിടയ്ക്ക് നമുക്ക് സൂചിപ്പിക്കാൻ, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ മാമാങ്കം, അതിന്റെ പിന്നാലെയാണ് ഇന്നത്തെ ചെറു തലമുറ എന്ന് പറയുന്നത്. കവലകളിലും ക്ലബ്ബുകളിലും വായനശാലകളിലും പാർട്ടികളുടെ ഓഫീസുകളിലൊക്കെ ഹോട്ടലിലൊക്കെ വലിയ ഫ്ലക്സാണ്. അതുമാത്രമല്ല, രാത്രി ബസ് ഷെൽട്ടറുകളിൽ പോലും ലൈവായി പ്രദർശിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. ഇന്നത്തെ പാതിരാവുകളിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെയും കളിക്കാരുടെയും ഫാൻസുകളുടെയും അവർക്കായി അവരുടെ കൊടികളും തോരണങ്ങളും തൂക്കുകയും അവർക്കായി ആർപ്പുകയും കൂക്കുവിളിക്കുകയും അതുപോലെ തന്നെ പന്തയൊക്കെ വിളിക്കുന്ന അവസ്ഥകൾ നമ്മുടെ നാട്ടിൽ പോലും ധാരാളം സ്ഥലത്തുകൾ കാണപ്പെടുകയാണ്. സഹോദരന്മാർ, എതിർ ടീം നിൽക്കുമ്പോൾ തോക്കുമ്പോൾ പടക്കം പൊട്ടിക്കുന്നു. അതുപോലെ തന്നെ മറ്റു ആഘോഷത്തിന്റെ പരിധികൾക്കപ്പുറം പോകുന്നു. ഇഷ്ടപ്പെട്ട കളിക്കാരന്റെ മുടിയും താടിയും വൃത്തിഹീനമായ ഹെയർ സ്റ്റൈലുകളും ജേഴ്സികളും അവരുടെ നമ്പറുകളും അനുകരിക്കുന്നു. കളിക്കുന്ന രാഷ്ട്രത്തിൽ മതവും
കളിക്കാർ ആരാധ്യരും ഇന്ന കളിക്കാരൻ എൻ്റെ ആരാധ്യനാണ് എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത അവസ്ഥയിൽ പോലും നമ്മുടെ സമൂഹം എത്തിക്കപ്പെടുന്നു. ഇതേതാണ് അവസ്ഥ? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു, നിന്നെ മാത്രമാണ് നാം ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. ഞങ്ങളെ നേരായ പാതാവിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാണ്, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. അനുഗ്രഹിക്കപ്പെട്ടവർക്ക് പരിചിതമല്ലാത്ത ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിൽ നിന്നുള്ള അഭയതേട്ടമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിഴച്ചവരുടെയും വഴിതെറ്റിയവരുടെയും മാർഗത്തിൽ നീ നമ്മെ ആക്കല്ലേ എന്ന. സഹോദരന്മാരെ, കുട്ടികൾക്ക് പേരിടുമ്പോൾ പോലും കളിയുടെ അവസരങ്ങളിൽ മുഹമ്മദ് നെയ്മർ, സൈനുദ്ദീൻ സീദാൻ ആരുടെ പേരാണ് ഇടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ ദൂതരെ, ഒരാളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ ചോദിക്കാൻ, അതായത് ഒരു ടീം ജനതയെ ഇഷ്ടപ്പെടുത്തു, ഇതുവരെയും അവരുമായി സന്ധിച്ചിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ്, മനുഷ്യൻ അവൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയാണ്. മനുഷ്യൻ അവൻ ഇഷ്ടപ്പെടുന്ന കൂടെയാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ ഇഷ്ടം, ഞങ്ങളുടെ ഏറ്റവും വലിയ താല്പര്യം, ഞങ്ങളുടെ ഏറ്റവും വലിയ ദേഹേച്ഛ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴികൾ വിട്ട് ഏതെങ്കിലും മനുഷ്യന്മാരുടെയും പറ്റും പിന്നാലെ നമ്മൾ പോയാൽ നിങ്ങൾ അവരുടെ കൂടെയാണ് എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മനസ്സിൽ നിന്ന് എല്ലാ ഇലാഹുകളെയും വെടിയാനാണ് നാം പഠിപ്പിക്കപ്പെട്ടത്. അല്ലാഹുവും അവന്റെ പ്രവാചകനും ഏറ്റവും വലിയ ഇഷ്ടക്കാരൻ ആകുന്നത് വരെ എന്ന ഏറ്റവും വലിയ ഇഷ്ടക്കാരൻ, ഏറ്റവും വലിയ താല്പര്യം, ഏറ്റവും വലിയ മോഡൽ, ഏറ്റവും എന്നെ വഴി കാണിക്കേണ്ട എന്റെ ചിഹ്നങ്ങളും അടയാളങ്ങളും ലക്ഷണങ്ങളും അത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണമെന്ന ഒരു പ്രശസ്തമായ കവിവചനമുണ്ട്. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിയ. അതായത് ആരെയാണ് ഒരാൾ ഇഷ്ടപ്പെടുന്നത്, ആ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ ഈ ഇഷ്ടപ്പെടുന്ന വ്യക്തി അനുസരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയൊരു കളിക്കാരനോട് ഇഷ്ടമുണ്ടായാൽ അയാളുടെ ഹെയർ സ്റ്റൈൽ അനുകരിക്കാൻ നോക്കും, അയാളുടെ ജീവിതത്തിന്റെ ക്രമങ്ങൾ അനുകരിക്കാൻ വേണ്ടി നോക്കും. സ്വാഭാവികമായ ഇഷ്ടത്തെ കുറിച്ചല്ല പറയുന്നു, മറിച്ച് അന്ധത ബാധിക്കുകയാണ്, അമിതമായ ഭ്രമം ബാധിക്കുകയാണ്. സഹോദരന്മാർ, അതുകൊണ്ട് തന്നെ ഇത്തരം എല്ലാ ദേഹേച്ഛകളിൽ നിന്നുള്ളൊരു മോചനം മുക്തമായ രീതിയിൽ ജീവിക്കാനാണ് വിശ്വാസികൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അഫറൈത മനിത്തഖദ ഇലാഹു ഹവ. ഒരാൾ ഒരാളുടെ ദേഹേച്ഛയെ ഇലാഹാക്കിയവൻ അവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന. ദേഹേച്ഛ ഇലാക്കിയ ഒരുത്തനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വഅവല്ലഖുല്ലാഹു അലാ ഇൽമിൻ വഖതമ അലാ സമഇഹി വഖൽബിഹി വജഅല അലാ ബസരിഹി യഗ്ശാവ ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹി അഫലാ തദക്കറൂൻ. അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പിഴവിലാക്കും. അപ്പോൾ അല്ലാഹുവിന്റെ പുറമെ ആരാണ് അവരെ നേർവഴിയിലാക്കാനുള്ളത്? അവന്റെ ചെവിടുകളും കണ്ണുകളും ഹൃദയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂടിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ സ്വന്തം ദേഹേച്ഛയ്ക്ക് അമിതമായ താല്പര്യം കാണിക്കാം, സ്വന്തമായ ഇഷ്ടാനുകൾക്ക് അമിതമായ ഭ്രമം കാണിക്കാം, ഒരുതരം വിഭ്രാന്തി കാണിക്കാം. സഹോദരന്മാരെ, ഭൗതിക വിഭവങ്ങൾക്ക് ഊന്നൽ നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇച്ഛകൾ കടന്നു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലൗ ശീനാ ലറഫഅനാഹു ബിഹാ വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാ. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവ മൂലം അവൻ ഉയർച്ച നൽകുമായിരുന്നു, പക്ഷേ അവൻ ഭൂമിയിലേക്ക് അത് ശാശ്വതമാണെന്ന ഭാവന തിരിയുകയും അവൻ തന്നിഷ്ടത്തെ പിൻപറ്റുകയുമാണ് ചെയ്തത്. സ്വന്തം ഇച്ഛയും താല്പര്യവും സ്വാർത്ഥതകളെയും പിൻപറ്റുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പിന്തുടരുന്നത് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ യുവാക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തത്തബിഅ അൽദീന കസ്സബൂ ബിആയാതിനാ വല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി വഹും ബിറബ്ബിഹിം യഅദിലൂൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിയവരും പരലോകത്തിൽ വിശ്വസിക്കാത്തവരും തങ്ങളുടെ റബ്ബിന് സമന്മാരെ വെക്കുന്നവരുമായ ആളുകളുടെ തന്നിഷ്ടങ്ങളെ നിങ്ങൾ പിൻപറ്റിപ്പോകാൻ വേണ്ടി പാടുന്നതല്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിത ശൈലികളോ ഫാഷനുകളോ അതൊന്നും ഒരു വിശ്വാസി അനുകരിക്കാൻ വേണ്ടി പാടുന്നതല്ല. വിശ്വാസിയുടെ അടിസ്ഥാന
തീരുമാനം എന്താണ്? അഫമൻ കാന അലാ ബയ്യിനത്തിൻ മിർ റബ്ബിഹി കമൻ സുയ്യിന ലഹു സൂഉ അമലിഹി വത്തബഉ അഹ്വാഹു. തന്റെ റബ്ബിൽ നിന്നുള്ള സ്പഷ്ടമായ തെളിവനുസരിച്ച് നിലകൊള്ളുന്നവരും സ്വന്തം ദുഷ്പ്രവൃത്തി അലങ്കൃതമായി തോന്നുകയും തന്നിഷ്ടങ്ങളെ പിന്തുടരുകയും ചെയ്തവരും ഒരുപോലെയാകുമോ എന്നാണ്. എന്നപ്പോൾ അള്ളാഹുവിന്റെ പ്രമാണങ്ങളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച സുന്നത്തുകളിൽ നിന്ന് അതിനെ നല്ലതായി കാണുന്നവരും സ്വന്തം ദേഹേച്ഛകളെ അല്ലെങ്കിൽ സ്വന്തം തന്നിഷ്ടങ്ങളെ ആ രൂപത്തിൽ ജീവിക്കുന്ന അവരെ ഫോളോ ചെയ്യുന്നവരും അവർ തമ്മിൽ സമന്മാരാകുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞൊരു വാക്ക് നമുക്ക് ധാരാളം അറിയുന്നതാണ്. യാ ഖൗം ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുവിൻ, നിങ്ങൾ വിജയിക്കുവിൻ എന്നാണ്. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ? ലാ മഅബൂദ് ബിഹഖിൻ ഇല്ലല്ലാഹ്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ നാഫിയൻ ജമീഅമായ യഅബുദു മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിനെ പുറമെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയാണ് അതിന് സമ്പൂർണ്ണമായ നിഷേധമാണ്. ഇല്ലല്ലാഹ് മുസ്ബിതൻ അൽ ഇബാദത്തുല്ലാഹി വഹദഹു ലാ ശരീക ലഹു ഫീ ഇബാദതി. എന്ന് പറഞ്ഞ ഇബാദത്തിന്റെ ആരാധനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്ഥിരപ്പെടുത്തി. അതിനർത്ഥം എന്നെ സ്വാധീനിച്ചിരിക്കുന്ന എന്റെ റബ്ബ് മാത്രമാണ്. എന്റെ ഇഷ്ടവും എന്റെ താല്പര്യവും എന്റെ സ്വാർത്ഥതകളും എന്റെ സ്നേഹവും എന്റെ കാഴ്ചപ്പാടുകളും ആ റബ്ബിന്റെ താല്പര്യത്തിന് അനുസൃതമായിട്ട് മാത്രമാണ്. അതുകൊണ്ടാണല്ലോ റബ്ബി അല്ലാഹുല്ലദീ റബ്ബാനി, എന്നെ സൃഷ്ടിച്ചവനും എന്നെ നിയന്ത്രിക്കുന്നവനും എന്നെ പരിപാലിക്കുന്നവനുമാണ് എന്റെ റബ്ബ്. വറബ്ബ ജമീഅൽ ആലമീന ബിനഅമിഹി, സർവ്വലോകങ്ങളുടെയും തന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് പോറ്റി വളർത്തുന്നവനാണ് എന്റെ റബ്ബ്. വഹുവ മഅബൂദി, അവനാണ് എന്റെ ആരാധ്യൻ എന്ന് പറയുന്നത്. ലൈസ ലീ മഅബൂദുൻ സിവാ, അവന്റെ സാദൃശ്യമായി തുല്യമായി ഒരു ആരാധ്യനും തന്നെ ഇല്ല. വദലീലു ഖൗലു തആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞ സഹോദരന്മാരെ, അള്ളാഹുവിന് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേകത ചിലപ്പോൾ നമ്മൾ ഇത്തരം കളിക്കാർക്കൊന്നും കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷെ ഒരുതരം അമിതമായ ഭ്രമം എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തിലേക്ക് നയിക്കപ്പെടുന്ന സംഗതിയായി മാറ്റപ്പെടും. അതുകൊണ്ടാണല്ലോ ചില പണ്ഡിതന്മാർ പറഞ്ഞു, കുല്ലു മാ ഉബിദ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരാധിക്കുന്ന എല്ലാറ്റിനും വിക്രം എന്ന് പറയും. മാത്രമല്ല അല്ലാഹുവിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന എല്ലാറ്റിനും വിക്രം എന്ന് പറയുന്നു. അല്ലാഹുവിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന എന്തൊക്കെയുണ്ടോ അതിനൊക്കെയും വിക്രം എന്ന് പറയുമെന്നാണ് സഹോദരന്മാർ. അതുകൊണ്ട് തന്നെ അമിതമായ ഭ്രമം ഒരവസരത്തിലും ഒരു വിശ്വാസിക്ക് പാടുന്നതില്ല. ഏതെങ്കിലും ക്രിക്കറ്റ് കളിക്കാരന്റെ ഫ്ലെക്സുകൾ ഉയർത്തുക, അതിന്റെ പിന്നാലെ പോവുക, അതിനർത്ഥം കളി കാണാൻ പാടില്ല എന്നതല്ല. കളി കാണൽ അനുമതിയാണ്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയും മദീന പള്ളിയിൽ ഇരുന്ന് കളി നോക്കി കണ്ട ചരിത്രങ്ങൾ നമ്മൾ ധാരാളം കേട്ടതാണ്. പക്ഷേ ഒരുതരം വിഭ്രാന്തി, ഒരു വ്യക്തികളെ മഹത്വവൽക്കരിക്കുന്ന അവസ്ഥകൾ, ആ വ്യക്തികളുടെ ജേഴ്സി അണിയുന്ന അവസ്ഥകൾ, ആ ജേഴ്സി ടീഷർട്ടിൽ പതിക്കുന്ന അവസ്ഥകൾ, അവരുടെ ചിത്രം കൊണ്ടും നമ്പറും കൊണ്ടും പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്ന അവസ്ഥകൾ, അവർക്ക് വേണ്ടി പോർവിളി നടത്തുന്ന അവസ്ഥകൾ, ഇതൊന്നും വിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടതല്ല എന്ന കൃത്യമായ അവബോധം വെച്ച് പുലർത്തേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്നവർ പ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെപ്പോഴും ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കുണ്ട് വിശുദ്ധ ഖുർആനിൽ, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഅബുൻ വലഹ്. തീർച്ചയായും ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരുതരം കളികളാണ്. ലഹ് എന്ന് പറഞ്ഞത് വിനോദമാണ്. വലദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ. അതേ, പരലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്കുള്ള അവരുടെ ഭവനം എന്ന് പറയുന്നത്. അഫലാ തഅഖിലൂൻ, എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത്? ലഹ്വ് എന്ന് പറഞ്ഞാൽ എന്താ? കുല്ലു ഷൈഇൻ ശഗലക അനില്ലാഹി ഫവ്വ ലഹ്. അള്ളാഹുവിൽ നിന്ന് തിരിച്ചു കളിയുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ലഹ്വാണ്. അത് മൊബൈൽ ഫോൺ ആവാം, അത് കളികളാവാം,
ഒക്കെയും ലഹമാണ്. എന്ന് പറഞ്ഞാൽ പാതിരാക്കൾ രാത്രി മുഴുവനും ഉറക്കഴിഞ്ഞ് സുബഹി നിസ്കരിക്കാതെ കടന്നിറങ്ങുന്നൊരവസ്ഥ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിസ്കാരാദി കാര്യങ്ങളെക്കുറിച്ച് അശബ്ദമുണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ട് അതിൽ മുഴങ്ങിപ്പോവുക, അതൊക്കെയും ലഹ്വാണ്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അള്ളാഹുവിനെ ഓർക്കാതെ ഒരിടത്തിയിരുന്നാൽ അള്ളാഹുവിൽ നിന്ന് അവന് നഷ്ടമാണ്, ദുഃഖമാണ് സംഭവിക്കുക. അള്ളാഹുവിനെ ഓർക്കാതെ ഒരിടത്തിരുന്ന് എന്നിട്ട് അയാൾ അങ്ങ് എണിച്ചു പോയാൽ ശരിക്കും അള്ളാഹുവിൽ നിന്ന് അയാൾക്ക് നഷ്ടമാണ് സംഭവിക്കുക എന്ന് ആരാണ് പറഞ്ഞു തന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധം നമുക്കുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഅലമൂ, നിങ്ങൾക്ക് നല്ല വിവരം വേണം കേട്ടോ. അഅലമൂ, നിങ്ങൾക്ക് നല്ല വിവരം വേണം കേട്ടോ. അന്നമൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവ് എന്നാൽ അത് മാത്രമാണ്. ലഅബും വലഹവും, അത് വിനോദമാണ്, കളിയാണ്. വസീനത്തുൻ, അതൊരു ഭംഗി പ്രകടനമാണ്. വതഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിൽ ദുരഭിമാനം നടിക്കലാണ്. വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, സന്താനങ്ങളിലും സമ്പത്തിലൊക്കെ പെരുപ്പിച്ച് കാണിക്കലുമാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഹകുമുത് തകാസുർ, പെരുമ കാണിക്കൽ നിങ്ങളെ അശുദ്ധമാക്കിയിരിക്കുന്നു. പരസ്പരമുള്ള പെരുമ കാണിക്കൽ, അത് എന്തിന്റെ പേരിലായാലും പരസ്പരമുള്ള പെരുമ കാണിക്കൽ നിങ്ങളെ അശുദ്ധമാക്കിയിരിക്കുന്നു. ഹത്താ സുർതുമുൽ മഖാബിർ, ഖബറിടം സന്ദർശിക്കുന്നവരെയാണ്, ഖബറിടം സന്ദർശിക്കുന്നവരെയാണ്. കല്ലാ സൗഫ തഅലമൂൻ, നിസ്സംശയം നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളൂ. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിസ്സംശയം ദൃഢമായ അറിവ് നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ ലതറവുന്നൽ ജഹീം, നിങ്ങൾ ജ്വലിക്കുന്ന നരകത്തെ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, തീർച്ചയായും ദൃഢമായും കണ്ണുകൾ കൊണ്ട് തന്നെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അതേ നമ്മൾ അനുഭവിക്കുന്ന ഏതൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, തികച്ചും അശക്തമായ ഒരു അവസ്ഥ വിശ്വാസികൾക്ക് ഒരിക്കലും പാടുള്ളതല്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് അശുദ്ധരായി ജീവിക്കാൻ വേണ്ടി സാധിക്കുക? ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് മൗഖൂഫായി വന്നിട്ടുള്ള സുനൻ ബൈഹഖിൽ കുബ്രയിൽ വന്ന ഒരു ദുആയിൽ കാണാം, അല്ലാഹുമ്മ ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. വലക നുസല്ലി വനസ്ജുദ്, നിനക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിസ്കരിക്കുന്നത്, നിനക്കാണ് നമ്മൾ സുജൂദ് ചെയ്യുന്നത്. വഇലൈക നസ്ആ വനഹ്ഫിദ്, നിനക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ അധ്വാനിക്കുകയും സൽക്കർമ്മം അർപ്പിക്കുകയും ചെയ്യുന്നത്. നർജു റഹ്മതക, നിന്റെ കാരുണ്യമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വനഖ്ശ അദാബക, നിന്റെ ശിക്ഷയാണ് ഞങ്ങൾ ഭയക്കുന്നത്. ഇന്ന അദാബക ബിൽ കാഫിരീന മുൽഹഖ്, തീർച്ചയായും നിന്റെ ശിക്ഷ സത്യം നിഷേധിക്കുന്നവരുടെ മേലെയാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്തഈനുക, അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് സഹായം ചോദിക്കുന്നു. വനസ്തഗ്ഫിറുക, നിന്നോട് ഞങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. വനുസ്നി അലൈക്കൽ ഖൈർ, ഞങ്ങൾ നന്മ കൊണ്ട് നിന്നെ അത്യധികം വാഴ്ത്തുന്നു. വലാ നക്ഫുറുക, നിന്നോട് ഒരിക്കലും നന്ദി കേട് ഞങ്ങൾ കാട്ടുകയില്ല, നിന്നെ നിഷേധിക്കുന്നില്ല. വനുഅ്മിൻ ബിക, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വനഹ്ലഉ ലക, നിനക്ക് ഞങ്ങൾ കീഴ്പ്പെടുകയും ചെയ്യുന്നു. വനഹ്ലകു മൻ യക്ഫുറുക, നിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നവരെ ഞങ്ങൾ നിരാകരിക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നവരെ ഞങ്ങൾ നിരാകരിക്കുകയും ചെയ്യുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളായ നമുക്ക് എപ്പോഴും ഒരു ഉത്ബോധം ഉണ്ടായിരിക്കണം. എപ്പോഴും ദൃഢമായ ഒരു ചിന്തയായിരിക്കണം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള വിഭ്രാന്തികളിൽപ്പെട്ട് നമ്മുടെ സമയങ്ങളും നിസ്കാരങ്ങളും പാഴാക്കി പോകാതിരിക്കാൻ വ്യക്തമായ ശ്രദ്ധ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ആരെങ്കിലും വിഗ്രഹവൽക്കരിക്കപ്പെടുന്നതിനെ വിശ്വാസികൾ എന്ന രീതിയിൽ നമ്മൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാനും ആ വിധത്തിൽ മരണപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടാനുള്ള എല്ലാവിധ തൗഫീഖും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുക,
സുന്നത്തിനോട് പ്രത്യേക സ്നേഹം കാണിക്കുക. ഏതൊക്കെ വിധേയത്തുകൾ, പൊങ്ങച്ചങ്ങൾ, ആർഭാടങ്ങൾ, ധൂർത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ അതൊക്കെയും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ എത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി വെമ്പൽ കാണിക്കുക. മാപ്പ് ചോദിക്കേണ്ടവർ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബക്കാർക്കിടയിലുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുക. മാപ്പ് കൊടുക്കേണ്ടവരുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക. സംഗീതം, സിനിമ, സീരിയൽ എന്നിവയൊക്കെ വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവേ പെട്ടെന്നുണ്ടാക്കുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാരോഗങ്ങൾ, എപ്പോഴും വേദന സംഹാരികളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് മരിക്കേണ്ടി വരുന്ന ദുർഗതിയായ അവസ്ഥകൾ എന്നിവയൊക്കെ തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കാൻ. അള്ളാഹുവേ, നമ്മുടെ ഏറ്റവും നല്ല സമയം അന്ത്യസമയമാക്കുകയും യക്കീനോടുകൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റി തീർക്കണമേ. അല്ലാഹുവേ, നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഇസ്തിഖാമത്തും ഇഖ്ലാസും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നിന്റെ വിശാലമായ മഗ്ഫിറത്ത് അവർക്ക് പുറത്തു കൊടുക്കുകയും അവരെയും നമ്മളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. അല്ലാഹുവേ, നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യം ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി പുറത്തു കൊടുക്കുകയും അവരെയും നമ്മളെയും നിന്റെ വിശാലമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.